ബീഹാർ രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവ്. ബീഹാറിലെ മുതിർന്ന ജെഡിയു നേതാവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം വൈകിയാണ് പുറത്തുവന്നത്. രാജ്യസഭയിലേക്ക് മത്സരിക്കാനായാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദം രാജിവെക്കുന്നത്. പകരം BJP ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുക. എന്താണ് മോദിയുടെ കരുനീക്കം? വിശദമായി നോക്കാം. ശിവസേന മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്യുന്ന മഹാരാഷ്ട്രീയത്തിൽ BJP ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയതുപോലെ ബീഹാറിലും മുഖ്യമന്ത്രി പദം BJPയിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കുന്നതിനോടൊപ്പം ഉപമുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാറിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. രാത്രി ഏറെ വൈകിയും പട്നയിൽ തുടർച്ചയായ ചർച്ചകൾ നടന്നിരുന്നു. നിതീഷ് കുമാർ മാറുന്നതിൽ JDUവിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിതീഷ് കുമാറിന്റെ മകന് പുറമെ JDUവിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി കൂടി ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ നിതീഷ് കുമാർ പത്രിക നൽകും. മറ്റൊരു JDU നേതാവായ രാംനാഥ് ഠാക്കൂറും പത്രിക സമർപ്പിക്കും. പത്രികാ സമർപ്പണത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പിന്നാലെ അമിത്ഷായും നിതീഷ് കുമാറും NDA നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടക്കും. രാജ്യസഭാ പ്രവേശനം നിതീഷിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണെന്നാണ് JDU നേതാക്കൾ പറയുന്നത്. നിതീഷ് ആവശ്യപ്പെടുന്നത് എല്ലാം നടക്കുമെന്നും ഈ തീരുമാനം അദ്ദേഹം ഒറ്റയ്ക്കെടുത്തതാണ് എന്നുമാണ് മുതിർന്ന നേതാവും മന്ത്രിയുമായ വിജയ്കുമാർ ചൗധരി പറയുന്നത്. കഴിഞ്ഞ നവംബറിൽ നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയമാണ് NDA സഖ്യം നേടിയത്. 200-ലധികം സീറ്റുകളിൽ വിജയിച്ച സഖ്യം നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തിയത്. ഈ തന്ത്രം ഫലിക്കുകയും മികച്ച ഫലം നേടുകയും ചെയ്തിരുന്നു. സഖ്യത്തിൽ BJP മാത്രം 89 സീറ്റുകളാണ് നേടിയത്. സഖ്യത്തിലെ മറ്റ് കക്ഷികളും മികച്ച ഫലം തന്നെ നേടി. കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാന്റെ ലോക് ജന ശക്തി പാർട്ടി രാംവിലാസ് 19 സീറ്റുകൾ നേടിയപ്പോൾ മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജിതിൻ റാം മാഞ്ച് നയിക്കുന്ന ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച 5 സീറ്റുകളും രാജ്യസഭാ MP ഉപേന്ദ്ര കുശ്വാഹ നയിക്കുന്ന രാഷ്ട്രീയ ലോക് മോർച്ച 4 സീറ്റും നേടിയിരുന്നു. അതേസമയം മുഖ്യമന്ത്രി പദം കൈമാറുന്നതിനെ JDUവിലെ ഒരു വിഭാഗം ശക്തമായി എതിർക്കുന്നുണ്ടെന്നും സൂചനയുണ്ട്. 243 അംഗ ബീഹാർ നിയമസഭയിൽ 89 സീറ്റുകളാണ് BJPക്കുള്ളത്. 85 സീറ്റുകളാണ് JDUവിന്റെ കൈവശമുള്ളത്. മാർച്ച് 16 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് JDU വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. അതേസമയം നിതീഷ് കുമാറിന് പകരം ഏത് BJP നേതാവാണ് മുഖ്യമന്ത്രിയാകുക എന്നതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ബീഹാറിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി, കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ്, മന്ത്രി ദിലീപ് കുമാർ ജയ്സ്വാൾ എന്നിവർ BJPയുടെ സാധ്യതാ പട്ടികയിലുള്ളവരാണ്. ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന സാമ്രാജ് ചൗധരി ബീഹാറിലെ ഏറ്റവും സ്വാധീനമുള്ള BJP നേതാക്കളിൽ ഒരാളാണ്. മുൻ സംസ്ഥാന പാർട്ടി മേധാവിയായിരുന്ന അദ്ദേഹം മുൻ ബീഹാർ BJP മേധാവി കൂടിയായ നിത്യാനന്ദ റായ് 3 തവണ MPയും മുൻ MLAയുമാണ്. ജയ്സ്വാൾ 3 തവണ നിയമസഭാ കൗൺസിൽ അംഗവും ബീഹാർ BJP അധ്യക്ഷനുമാണ്. ദിഖ MLA സഞ്ജീവ് ചൗരസിയുടെ പേര് അടുത്ത ബീഹാർ മുഖ്യമന്ത്രി സാധ്യതാ പട്ടികയിൽ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു BJP നേതാവ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന സൂചനകളും വരുന്നുണ്ട്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതോടെ നിയമസഭയുടെ 2 സഭകളിലും അപൂർവ നേട്ടം നിതീഷ് കുമാർ കൈവരിക്കും. 10ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 4 മാസത്തിനുള്ളിലാണ് ഈ നിർണായക നീക്കം. 4 നിയമനിർമ്മാണ സഭകളിലും അംഗമാവുക എന്ന തന്റെ സ്വപ്നം പൂർത്തിയാക്കാനാണ് ഈ നീക്കമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. പുതിയ BJP മുഖ്യമന്ത്രി ഉടൻ അധികാരമേൽക്കുകയും ചെയ്യും.